ഉന്നതമായ ദൗത്യത്തിൻ്റെ പരിശുദ്ധമായ കൂട്ടായ്മകളിൽ നിരന്തരം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടമുണ്ടാവുകയും അതിന് അവൻ തെരഞ്ഞെടുത്ത ആളുകൾക്ക് സൗഭാഗ്യമുണ്ടാകുകയും ചെയ്യുന്നു എന്നതാണ് ചരിത്രപരമായി പരിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും ദഅവത്തിന്റെ രംഗത്തും അതിന്റെ വ്യാപന രംഗത്തും നമുക്ക് കാണാൻ കഴിയുന്ന വലിയ വസ്തുതകൾ. അൽഹംദുലില്ലാഹ്, അങ്ങനെ 2024-25 കാലഘട്ടത്തിലെ ഈ പുണ്യമായ റമദാനിനെ, ജീവനോടുകൂടെ റമദാനിനെ സ്വാഗതം ചെയ്യാൻ അവസരം കിട്ടിയ നമുക്ക് പുണ്യ റമദാനിന്റെ പദ്ധതികളിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന്റെ മറുപടിയായി അജാബ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി മറുപടിയായിട്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഇത്തഖിദൂ മജാലിസൽ ഖുർആൻ. ആ പരിശുദ്ധിയോടുകൂടെ ചരിത്രപരമായ റമദാനിന്റെ 16-17 ദിനങ്ങളെയും രാവുകളെയും പ്രൗഢമായ ആത്മസമർപ്പണത്തിന്റെ വിഷയങ്ങൾ അയവിറക്കിക്കൊണ്ട് ഓർമ്മിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ബേസ്മെന്റിൽ നിന്നും തന്റെ വൈയക്തിക ജീവിതത്തെ പാകപ്പെടുത്തിയെടുത്ത് ആ പുണ്യമായ ഖുർആന്റെ ഏറ്റവും അടുത്ത ആളായി മാറി ഖാദിമു കലാമില്ലാഹിൽ ഖുർആൻ, ഖാദിമാത്തു കലാമില്ലാഹിൽ ഖുർആൻ എന്നതിന് സാഹചര്യം ഒരുക്കുന്ന മഹത്തായ വേദിയും സദസ്സും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വേദഗ്രന്ഥം നൽകിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സുവ്യക്തമായ വിശാലമായ വഴികളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ നേരിന്റെ വിജയത്തിന്റെ പരിശുദ്ധ സ്വർഗത്തിന്റെ മാർഗത്തിലോട്ട് ഭാഗപ്പെടുത്താൻ ഇന്നും ഇന്നലെയും നാളെയുമായി നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ ചേർക്കാൻ, ആ പവിത്രതയിലേക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും വഴികൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. അതിന് ഇത്തരം ചിന്തകളും സദസ്സുകളും ഇവിടെ പങ്കെടുത്തതും ഇവിടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അല്ലാഹു നമുക്ക് വിജയത്തിനുള്ള കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ആദരവോടുകൂടെയാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. പരിശുദ്ധ ഖുർആൻ ആ വിഷയം സവിസ്തരം പറയുന്നതിനാണ് പടക്കുന്നതിന് മുമ്പ് മലക്കുകളുമായി കൂടിയാലോചിച്ചു. പരകോടിക്കണക്കിന് സൃഷ്ടികളെ പരിപാലിച്ചു പോരുന്ന റബ്ബ് ഒരു സൃഷ്ടിയെ പുതുതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു മലക്കുകളോട് കൂടിയാലോചിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായ സംഭവം. മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റബ്ബ് എന്താണ് കൂടിയാലോചിച്ചുകൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കമാൻഡ് ഉണ്ടാകുന്നത് എന്താണ്? സൂറത്തുൽ ബഖറയിൽ മുഖറബായ മലക്ക് ജിബ്രീൽ സയ്യിദുനാ റസൂലുള്ളാഹി. അത്ര ഇക്റാമാണ് ഈ സമൂഹത്തിൽ മനുഷ്യനായി പിറന്നവർക്കുള്ള ഏറ്റവും വലിയ പരിശുദ്ധിയും പവിത്രതയും അവന്റെ സ്വഭാവവും അവന്റെ സമീപനവും അവന്റെ മനസ്സും അവന്റെ അനുഗ്രഹീതമായ ഇടപെടലുമാണ്. ആ തരത്തിലുള്ള സമൂഹത്തിനെ വാർത്തെടുക്കാൻ ലോകത്ത് വെളിച്ചമായി ഇറക്കപ്പെട്ട പരിശുദ്ധ വേദഗ്രന്ഥത്തെ നിർജ്ജയിച്ചതിന്റെ അനുഗ്രഹീതമായ സദസ്സ് അല്ലാഹു വിജയിപ്പിച്ചിരുമാറാകട്ടെ. അതിനുവേണ്ടി പേരാമ്പ്ര ഒരുങ്ങുന്ന മജ്മുഉൽ ഖുർആൻ ലേണിംഗ് റിസർച്ച് കോംപ്ലക്സിന്റെ പരിശുദ്ധമായ 1ാം ഘട്ടം പെൺകുട്ടികൾക്ക് മനഃപ്പാഠമാക്കാനുള്ള കേന്ദ്രം ആരംഭിച്ചുകൊണ്ട് നാം അൽഹംദുലില്ലാഹ് 2 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന്റെ ബിൽഡിംഗ് നിർമ്മാണവും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ദൈനംദിന വിഷയങ്ങളിലുമൊക്കെ ഏറെ പങ്കാളിത്തമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരികളായ ഖുർആന്റെ ഖാദിമാത്തുകൾ, പ്രത്യേകിച്ചും അവരെ സ്നേഹത്തോടെ ആദരവോടെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു തരത്തിലും ഇന്നേ വരെ ഒരു കാശ് പോലും കടമില്ലാത്ത വിധം ആ സ്ഥാപനം നെഞ്ചേറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ സദസ്സിൽ ലഭിച്ചുകൂടെ കൂട്ടുകാരികളാകുന്ന ഖുർആന്റെ മഹതിമാരാണ്. അവരുടെ സേവനവും അവരുടെ പ്രവർത്തനവും ഈ തലത്തിൽ വികസിക്കാനുണ്ടായ കാരണം സൃഷ്ടിപരമായ അല്ലാഹു നൽകിയ മഹത്വമാണ്. പരിശുദ്ധ റബ്ബ് പടക്കുന്നതിന്റെ മുമ്പ് മലക്കുകളോട് പറയാണ്, വൈദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഇത് എല്ലാ മനുഷ്യരെയും പടക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ആ റബ്ബ് പറഞ്ഞു, ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്
അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കേണ്ടി വന്ന, ത്യാഗസമർപ്പണം നടത്തി ലോകത്ത് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സതീർത്ഥരായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾ പറയൽ പോയിട്ട് വിചാരിക്കാൻ പോലും പാടില്ല. ആദരവോടുകൂടെ സൃഷ്ടിച്ച് ലോകത്ത് ജനിച്ച് വളരാൻ അവസരം തന്ന അനുഗ്രഹീത റബ്ബിന്റെ പരിശുദ്ധമായ പ്രതിനിധിയായ ലോകത്ത് ജീവിച്ചിട്ട് അവസാനം ലോകത്ത് ജീവിതം അവസാനിച്ചു, വഫാത്തായിപ്പോയി, മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയ ഒരു പറ്റം ആളുകളെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി. വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹുവിന്റെ മാർഗം പരിശുദ്ധിയോടെ പിൻപറ്റി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തോട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നവർ, അവരാണ് ബദർ ശുഹദാക്കളെ ഒന്നാം സംഘം. അവരെ കുറിച്ച് നിങ്ങൾ ആരും പറയരുത് എന്നല്ല, വിചാരിക്കാൻ പോലും പാടില്ല. അവരൊക്കെ ലോകത്തോട് മരിച്ചു പിരിഞ്ഞുപോയി, ചതപ്പിടിച്ചു പോയി, തീർന്നുപോയി, കബറിടത്തിലാണ്, കഴിഞ്ഞു കാലം എന്ന് വിചാരിക്കാൻ പോലും പാടില്ല. ഈ മനുഷ്യനൊക്കെ നൽകുന്ന മഹത്വം ഇക്രാമത്ര വലുതാണ്. സൃഷ്ടിക്കുന്നതിന് മുമ്പേ മലക്കുകളോട് കാര്യം പറഞ്ഞു, എന്നിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ പ്രതിനിധിയായിട്ടാണ് പടക്കാൻ പോകുന്നത്. അങ്ങനെ പ്രതിനിധിയായിട്ട് പടച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു സംഘത്തെ കുറിച്ച് ഖുർആൻ പറയാണ്, ഈ ലോകത്തിൽ നിങ്ങൾ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഈ പ്രതിനിധി എന്ന പദവിയെ കൃത്യമായി അലങ്കരിച്ചു കൊണ്ട് നടന്ന ഉജ്ജ്വലമായ പദവിയിലെത്തിയ ഒരുപാട് ആളുകൾ നിങ്ങൾ മുമ്പേ ലോകത്തോട് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരിൽ ഇങ്ങനെ ഒരു സംഘമുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ അവരുടെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കരുത്. അവർ ജീവിക്കുകയാണ്, അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ഒരു പ്രതിനിധി പവിത്രതയോടുകൂടെ ജീവിച്ച് നല്ല മനുഷ്യനാണ് ജീവിച്ച് നല്ലവനെന്ന് എല്ലാവരും ആ മനുഷ്യന്റെ സമീപനത്തിലും സ്വഭാവത്തിലും സാക്ഷ്യമായി കാലഘട്ടവും സമൂഹവും ഇടവഴികളും നടന്നുപോയതും വാഹനങ്ങളും കിടപ്പറയും താൻ ഉപയോഗിച്ച മുഴുവൻ വസ്തുക്കളും ഒരു നല്ല മനുഷ്യന്റെ സത്യസന്ധതയ്ക്ക് സാക്ഷിയാണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ സമൂഹവും നാടും നഗരവും ഇടവഴികളും വീടും വരാന്റെയും എല്ലാം ഈ മനുഷ്യനെ പറ്റി സാക്ഷി പറയുകയാണ്, നല്ല മനുഷ്യനാണ്. അങ്ങനെ ലോകത്തോട് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ ജീവിക്കാണ്. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പുണ്യ റമദാൻ നിർബന്ധമാക്കിയിട്ട് 1-ാമത്തെ വർഷം സന്തോഷത്തോടെ കഴിഞ്ഞു. ആ 1-ാമത്തെ വർഷം തന്നെ പരിശുദ്ധമായ പരീക്ഷണം വരികയാണ്. 16-ാം ദിവസത്തിന്റെ നോമ്പ് നോക്കണമോ നോമ്പ് നോക്കണ്ടേ? പുറപ്പെടാൻ പറഞ്ഞതാണ്. അങ്ങനെ പുറപ്പെടാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്ഥിതിയുടെ ഏറ്റുവാങ്ങൽ, അതാണ് അഭിവന്ദനായ ഇത്തിബാഇ എന്ന് നമ്മോട് പറഞ്ഞു വെച്ചത്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കണ്ടാലും കൂടി മാറാത്ത പുണ്യ കഅബാലയത്തെ നോക്കി ഒരിക്കൽ പറയേണ്ട, കഅബാലയമേ നീ എത്ര മഹനീയാണ്, നിനക്ക് എത്ര മഹത്വമായ എന്തോ ഒരു സമ്പൂർണമായ വീടാണ്. ജനങ്ങൾക്ക്, ആളുകൾക്ക്, കണ്ണുകൾക്ക് നിന്നെ കണ്ടാലും കുലുകിയാലും ഹൃദയത്തിന് സമാധാനം വരാത്ത, മതികരാത്ത, ആഗ്രഹം തീരാത്ത വീടായി മാറാൻ എത്ര വലിയ പരിശുദ്ധിയും പവിത്രതയാണ് അല്ലാഹു നിനക്ക് നൽകിയത്. ഇത് കഅബാലയത്തിനോട് പറയുന്നത് പരിശുദ്ധ നബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അതിയബകി വ അതിയബരീഹകി, എന്തൊരു മനോഹരതയാണ് നിനക്ക്, നിന്റെ സുഗന്ധം എത്ര വലുതാണ്, എത്ര പരിമളമാണ് നിന്നിൽ നിന്ന് ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പവിത്രതയിലെ ദർജയിലാണ് നീ എത്തിയിരിക്കുന്നത്. അത്രയും ആളുകൾക്ക് കൊതിയാണ്. ഇന്ന് മാത്രമല്ല, അബ്രഹത്തും കൂട്ടരും തകർക്കാൻ വന്ന കഅബാലയത്തിനെ പറ്റി പറയാനുള്ളതും ഇന്ന് ഞാൻ നിങ്ങളും കൊതിച്ച് ഹജ്ജ് ഉംറക്ക് വിസ അപേക്ഷ കൊടുത്ത് വിസ സമ്പാദിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ആഗ്രഹിച്ച് ചെന്ന് കടക്കുന്ന പരിശുദ്ധ കഅബാലയം അന്നും ഇന്നും എന്തോ ഒരു പവിത്രതയാണ് നിനക്കെന്താ നൽകിയത്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കെ സയ്യിദുനാ റസൂലുള്ളാഹി കഅബാലയത്തിന്റെ ബഹുമാനത്തെയും അതിന്റെ പദവിയെയും അതിന്റെ ആഗ്രഹങ്ങളെയും
അത് ജനമനസ്സിലുള്ള സ്വാധീനത്തെയും പറഞ്ഞു വെച്ചിട്ട് പറയുന്നു വൽ മുഅ്മിനു. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു നമുക്ക് സൃഷ്ടിപരമായി നൽകിയ ആദരവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ മുഅ്മിനു അഅ്ളമു ഹുർമതൻ മിൻകി. എന്നാൽ പുണ്യകാലേ ഒരു യഥാർത്ഥ നല്ല മനുഷ്യനായ സത്യവിശ്വാസി നിന്നേക്കാൾ എത്ര മഹതിയാണവർ, നിന്നേക്കാൾ എത്ര മഹാനാണ് ആ മനുഷ്യൻ. എന്തുകൊണ്ട് ഈ പദവിയിലേക്ക് മനുഷ്യനെത്തി? പരിശുദ്ധ കാലത്തിനേക്കാൾ മഹത്വമുള്ള ഒരൊറ്റ സാധനം അതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു വൽ മുഅ്മിനു അഅ്ളമു ഹുർമതൻ അഅ്ളമു ഹുർമതൻ മിൻകി. നിന്നേക്കാൾ എത്രയോ മഹത്വമുള്ളതാണ്, നിന്നേക്കാൾ എത്രയോ ദറജയുള്ളതാണ്, നിന്നേക്കാൾ എത്രയോ പദവി അലങ്കരിക്കാൻ അർഹതയുള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഈ ബേസ്മെന്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നിട്ട് പറയാണ് ഹറമല്ലാഹു മിനൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ സകലതും അല്ലാഹു നിഷിദ്ധമാക്കി. ആരും ഒരു സത്യവിശ്വാസിയെ ഉപദ്രവിക്കരുത്, അത് മഹാപാതകമാണ്. ആരും ഒരു നല്ല മനുഷ്യനെ ശല്യം ചെയ്യരുത്, ആരും ഒരു നല്ല മനുഷ്യന്റെ അഭിമാനം കളങ്കപ്പെടുത്തരുത്, ആരും ഒരു നല്ല മനുഷ്യന്റെ നിലവിന്റെ സ്റ്റാറ്റസിനെ മങ്ങലേൽക്കുന്ന പ്രവർത്തനം നടത്തരുത്, പരാമർശം നടത്തരുത്, മുഖഭാവങ്ങളും ഉണ്ടാകരുത്. എന്താ കാരണം? നീ ധാരാളമാണ്, നിന്നെ ആദരിക്കുന്നുണ്ട്, നിന്നെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. അതിനേക്കാൾ ബഹുമാനം പുണ്യമായ അനുഗ്രഹീതമായ നന്മ കൊണ്ട് ഹൃദയത്തിലെ സംസ്കരിച്ച മനുഷ്യനാണ്. ഫിസിക്കൽ ബോഡിക്ക് സംസ്കരണമാണ്. തന്റെ മനസ്സകത്തിന്റെ മനസ്സാക്ഷിക്കും മനസ്സിലും മെന്റൽ സ്റ്റാറ്റസിന് സംസ്കരണം ഉണ്ടാകണം. തന്റെ ആത്മാവിന് സംസ്കരണം വേണം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കൽ ബോഡിയെ വല്ലാതെ ശ്രദ്ധിക്കലുണ്ട്. അതിന് ദാഹം വരുമ്പോൾ നമ്മൾ പാനീയം ഉപയോഗിക്കും, അതിന് വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ നല്ല സുരക്ഷമായി ഭക്ഷണം കഴിക്കും, അത് പരമാവധി വേദനാക്കാൻ ഉത്സാഹിക്കുന്നു. എന്തു അസുഖങ്ങളോ വേദന ഉണ്ടാകുമ്പോൾ അല്പസമയം നമ്മൾ ക്ഷമിക്കും, പിന്നെ നമുക്ക് അതിന്റെ ആവലാതിയും പ്രയാസവും അതുകൊണ്ട് എന്തോ സംഭവിക്കും, വലിയ അസുഖവും ഈ വേദനനുസരിച്ച് ഉടനെ നമ്മൾ സമീപിക്കും അതിന് രക്ഷയാളുകളെ. അതിന് ശമനമുണ്ടാകാനുള്ള ഔഷധം കഴിക്കും. വേദനറിയോ? ഈ മണ്ണിലോട്ട് പോകുന്ന ശരീരത്തിനെയാണ്. എന്നാൽ ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്. ഇതേ ശ്രദ്ധയും അല്ലെങ്കിൽ ഇതിനേക്കാളേറെ സൂക്ഷ്മതയും ഉണ്ടാകേണ്ടുന്ന മറ്റു രണ്ട് സാധനം ഈ ശരീരത്തിലുണ്ട്. അതറിയാനും പറയാനും ഖുർആനിലേക്ക് തന്നെ അടുക്കണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നേരം പുലരെ 3 വട്ടം സൂറത്തു ശറഹ് ഓതണം. അലം നശ്റഹ് ലക സദ്റക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിഷയത്തിലോട്ട് വരാം. എന്തെല്ലാമാണെന്ന് അറിയാതെ ഒന്ന് നിന്റെ മനസ്സ്, ആ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവിടെ എന്തോ കളങ്കപ്പെടുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും തരത്തിൽ മാലിന്യങ്ങൾ കൂടുന്നുണ്ടോ, അതിനകത്ത് ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതിന്റെ എവിടെയെങ്കിലൊക്കെ മുറിവോ പ്രയാസമോ പഴുപ്പോ വരുന്നുണ്ടോ? ഏതിന്റെ? നിന്റെ മനസ്സകത്തിന്റെ. മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ മാലിന്യങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകരുത്. അതിനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിനെ സംസ്കരിക്കാൻ നല്ല മനുഷ്യന് സാധിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ സംസ്കരിച്ചുകൊണ്ട് പവിത്ര നിർവ്വഹണ ദിനരാത്രങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന മനുഷ്യൻ വിജയിച്ചു ഉറപ്പ്. ഒന്ന് അതാണ്. ഫിസിക്കൽ ബോഡിയെ, ശരീരത്തിന്റെ അവയവങ്ങൾ, ശരീരത്തിന്റെ രോഗങ്ങളെ, ശരീരത്തിന്റെ ആവശ്യങ്ങളെ, വൈകാരികതകളെ പരിപാലിക്കുന്നതിനേക്കാളേറെ തന്റെ മനസ്സിനെ ശ്രദ്ധിക്കാൻ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു. ആ സൂറത്ത് ശറഹ് ഓതിപ്പോയി. കച്ചവടത്തിന് പോവാണ്. ഇന്നത്തെ ആളുകൾ ഒരു പിടുത്തമില്ല. രാവിലെ എഴുന്നേൽക്കൊരു അദ്ദുഹാ സൂറത്ത് ഓതുക, ഒരു 3 വട്ടം സൂറത്ത് ശറഹ് ഓതുക. അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് മക്കളൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയാ തിരിച്ചു വരിക? 2 കാലം 4 കാലം അറിയില്ല. മക്കളൊക്കെ 4 വയസ്സ് പോയിട്ടുണ്ട്. കുട്ടികൾ ഇപ്പൊ വരിക, എന്താ സംഭവിക്കോ ഒന്നും അറിയില്ല. ഒരു 3 അനന്തരത്തോട് കൂടി വെക്കാൻ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഹൃദയത്തിനെ എപ്പോഴും ഈ അനന്തസ്വരം സൂറത്ത് കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടെ അനന്തസ്വര സൂറത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എങ്ങാനും അതിന്റെ ആഴമേറിയ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്.
മറ്റൊരു വിഷയം ഈ ശരീരത്തിനകത്തുള്ള ജീവനാണ്. തന്റെ റൂഹിനെ സംസ്കരിക്കാനും വഖാല നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനു ശഹരി ഉമ്മത്തിഹി ലിതത്ഹീൽ റൂഹ്. റമദാൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ്. ആ ഉമ്മത്തിന്റെ മാസം കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ലിതത്ഹീൽ റൂഹ്, അവരുടെ ആത്മാവിനെ സംസ്കരിക്കേണ്ടതുണ്ട്. നമുക്കൊരു ജീവനുണ്ട്, നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് നമ്മുടെ പേര് മാറി. അതങ്ങ് പിരിയലോടുകൂടെ നമ്മെ ആളുകൾ പറയുന്നത് ഡെഡ് ബോഡി. എപ്പോഴാ ബോഡി എത്താം? ബോഡി എടുത്തോ? ബോഡി കൊണ്ടുപോയോ? ബോഡി അടക്കം ചെയ്തോ? മയ്യിത്ത് എന്ന ഒറ്റ പദം നമ്മുടെ പേരെന്നാളുകൾ പറയുക. ആ റൂഹ് എന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശരീരത്തിനെ പരിപാലിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കണേ, റൂഹിലേക്ക് ഒന്ന് ശ്രദ്ധയുണ്ടാകണേ. അത് റൂഹിലേക്ക് വേണം സംസ്കരിക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ധങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഖലീഫയായി ഭൂമിയിൽ വന്ന മനുഷ്യന് സംസ്കരണത്തിന് വേണ്ടി അല്ലാഹു കൊടുത്ത ഏറ്റവും പ്രധാനമായ ആയുധം അത് വെളിച്ചമാണ്. വെളിച്ചം കൊണ്ട് റൂഹിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. റൂഹിനും വേണം ഭക്ഷണം കൊടുക്കാൻ, റൂഹിനും വേണം പാനീയം കൊടുക്കാൻ. റൂഹിനുമുണ്ട് വൈകാരികതകൾ, റൂഹിനുമുണ്ട് അസുഖങ്ങൾ, റൂഹിനുമുണ്ട് വേദനകൾ. അതിനെ പരിശോധിക്കണം, അതിന് ആവശ്യമായ ചികിത്സ നടത്തണം, അതിനെ പരിപാലിക്കപ്പെടണം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ഹറമൈനൽ മുഅ്മിനി മാലഹു വദമു വഇന്നദുന്ന ബിഹി ലൻ സയ്യിഅ. ഒരു മുഅ്മിനെ, ഒരു നല്ല മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത്, ആ മനുഷ്യന്റെ രക്തം പവിത്രമാണ്, ആ മനുഷ്യന്റെ സമ്പാദ്യവും വരുമാനവും പവിത്രമാണ്, ആ മനുഷ്യന്റെ അഭിമാനവും പേരും പെരുമയും പവിത്രമാണ്. അവനെ കുറിച്ച് മോശപ്പെട്ടൊരു വിചാരം പോലും നിങ്ങൾക്കാർക്കും അനുവാദമില്ല. അവന്റെ പേഴ്സണാലിറ്റിയാണ്. ഈ തലത്തിൽ ഒരു മനുഷ്യൻ പാകപ്പെടാൻ അല്ലമ ആദമൽ അസ്മാഅ, ആദരവോടെ പഠിച്ചു, മലക്കുകളോട് മുഷാവറ ചെയ്തു, മലക്കുകളോട് കൂടി ആലോചിച്ചു, പ്രതിനിധിയാണെന്ന് പേര് പറഞ്ഞു. പ്രതിനിധിയെ എല്ലാവരും ബഹുമാനിക്കണം. പ്രതിനിധിയെ ബഹുമാനിക്കാത്ത ഒറ്റ സൃഷ്ടിയും എന്റെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. മലക്കുകൾക്ക് പോലും ഈ പ്രതിനിധിയെ കാണുമ്പോൾ ബഹുമാനിക്കാനുള്ള ഒരു വല്ലാത്ത ബഹുമാനാദരവിന്റെ ടെൻഡൻസി വരണം. അതിന് പാകതയുള്ള ഒരു സംഗതി ഈ പ്രതിനിധിക്ക് നൽകണം. നല്ലോണം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, പ്രതിനിധിയായിട്ടാണ് മനുഷ്യനെ പടച്ചത്. മനുഷ്യനെ പ്രതിനിധിയായിട്ട് പടച്ചിട്ട് ഈ പ്രതിനിധിയാണ് ഈ ദൈവത്തിന് പകരം, അല്ലാഹുവിന് പകരം രാജ്യം ഭരിക്കുന്നത്. തക്കാട് പ്രദേശത്ത്, പേരാമ്പ്ര പ്രദേശത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളെ ഫാമിലിയിലെ, വീട്ടിലെ, കുടുംബത്തിലെ, അടുക്കളയിലെ, മണിയറയിലെ, തന്റെ വീട്ടുമുറ്റത്ത്, തന്റെ കൂട്ടുകുടുംബത്തിൽ, തന്റെ അയൽപക്കത്ത് നന്മയുടെ, നേരിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ പവിത്രത നിലനിർത്താൻ ചുമതലപ്പെടുത്തിയ പ്രതിനിധിയാണിത്. ഈ പ്രതിനിധിയെ എല്ലാവരും ബഹുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇന്ന് മുറ്റമടിച്ച് വാഴിയപ്പോ ആ മുറ്റത്തിന്റെ മണത്തരികൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ ചില്ലറക്കാരിയല്ല, നീ പ്രതിനിധിയാണ്. പ്രതിനിധി വൃത്തി എന്ന അനുഗ്രഹം ചെയ്തു വെച്ചതാ, അവളെ പരിസരം വൃത്തിയാക്കിയതാണ്. അന്നദാഫതു നിസ്ഫുൽ ഈമാൻ, വൃത്തിയാക്കുക എന്നത് ഈമാന്റെ പകുതി ഭാഗമാണ്. മുഅ്മിനിന്റെ പകുതി ഭാഗം സംസ്കരണമാ, വൃത്തിയാണ്. പ്രപഞ്ചത്തിൽ തന്നെ കൊണ്ട് വൃത്തികേട് ഉണ്ടാകരുത്. വൃത്തികേട് നീക്കിയപ്പോ അത്താഴം കഴിച്ച പാത്രം അപ്പത്തന്നെ കൈ വെച്ചതാണോ? നിന്റെ വീട്ടിൽ ദാരിദ്ര്യമില്ല. മാത്രമല്ല, കഴിഞ്ഞു വെച്ച ഓരോ പാത്രവും ആരാണ് ഈ സാധനത്തിന് വൃത്തി കൊടുത്തത്? വൃത്തി കൊടുത്ത മനുഷ്യന് വേണ്ടി ആ പാത്രങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്പൂണെന്ന് മുപ്പത് ഗ്ലാസ് മുമ്പ് കഴിക്കോളും, അല്ലാതെ തീർത്ത് പ്രതിഭ കൊണ്ട് കൊണ്ടുപോകാൻ പോകില്ലേ? പ്ലേറ്റ് ഓടാന്ന് കഴിഞ്ഞിട്ട് ടേബിൾ ഓടാൻ കുറച്ചത്, പിന്നെ ഗ്ലാസ് കൊണ്ട് ഞാൻ കഴിഞ്ഞ് പിടിച്ചാൽ മുറ്റു അടിച്ച് മാറിയിരിക്കും. നമുക്ക് നദാഫത്ത് കൊടുത്ത വകയിൽ പ്രതിനിധിക്ക് പ്രതിഫലം.
പ്രതിനിധിയായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ആലോചിക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞത് മാത്രം. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സിമ്പിൾ ആയിട്ട് സമൂഹത്തിന് കൊടുക്കുക, അതാണ് മജ്മുഉൽ ഖുർആൻ. നമ്മൾ ഖുർആന്റെ സ്ഥാപനത്തിൽ ഉദ്ദേശിച്ച സംഗതിയില്ല. അത് മുസ്ലിം ആളുകളെയും ഏത് മത വിഷയങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ സഹോദര മതസ്ഥരാണെങ്കിലും പുണ്യമായ ഖുർആന്റെ അനുഗ്രഹീത അകത്തളങ്ങളെ സരളമായി ലളിതമായി പറഞ്ഞു കൊടുക്കാൻ. തന്റെ വീട്ടുമുറ്റത്തുള്ള ചെടിക്കൊലിച്ച് വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം കൊടുത്തത് പുണ്യമായ ദാനധർമ്മത്തിന്റെ പട്ടികയിൽ സദഖയാണെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. അവശത അനുഭവിക്കുന്ന തന്റെ അയൽവാസിക്ക് ഒരു 10,000 രൂപ റമദാൻ മാസത്തിൽ കടം കൊടുത്തതാ. ഞാനൊരു മാസം കൊണ്ട് തെളിവ് പറഞ്ഞതാണ്. ഉംറക്ക് ദുആ ചെയ്യുന്നത് പറ്റും 2 മാസം കൊണ്ട് കിട്ടരുത. എന്താ കാണുന്നറിയോ? ദാനം ചെയ്തത് മുതൽ ദാനം മറ്റവൻ സ്വീകരിച്ച, കടം കൊടുത്തത് മുതൽ കടം മറ്റവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ കൊടുത്ത ആളിന്റെ വലതുഭാഗത്ത് സദഖയുടെ പ്രതിഫലമാണെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. എങ്ങനെ സമൂഹത്തിൽ മനുഷ്യണ്ടാകെ, എങ്ങനെ സാമ്പത്തിക ചൂഷണം ഉണ്ടാകെ? പരിശുദ്ധ ഖുർആന്റെ അകത്തളത്തിലോട്ട് വരുമ്പോൾ കടം കൊടുത്തത് ദാനമാണെന്ന് പഠിപ്പിക്കപ്പെടുമ്പോ കടം കൊടുത്തതാ വമ്പിച്ചതാകല്ലേ? കടാണ് കൊടുത്തത്. 2 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചോദിക്കൂല. എന്റെ കാരണമല്ലോ, 1 മാസം കൊണ്ട് പൈസ എടുക്കാനും വരും. മുന്നിൽ പൈസ തരാൻ പറ്റൂല. അയാൾക്ക് പൈസ കഴിഞ്ഞ് വാങ്ങാം. പക്ഷെ 3 മാസം കഴിഞ്ഞാൽ എന്റെ വലതുഭാഗത്ത് അയാൾക്ക് 3 മാസം ദാനം കൊടുത്ത ബന്ധുവര സംഗതി ദാനം കൊടുത്തതാണ് തിരിച്ചു പൈസ കിട്ടും ചെയ്യും. കടം കൊടുക്കുമ്പോഴുള്ള അതിന്റെ പവിത്രതയെ കുറിച്ച് ഖുർആന്റെ വിഷയം പറയുന്നത് ഓരോന്നിന്റെ ആഴം ചോദിയിട്ട് അള്ള കടം ചോദിക്കുന്നുണ്ട്. അൽബക്കറയില് നമ്മളോട് പരസ്പരം കടം കൊടുക്കാൻ മാത്രമല്ല പറയുന്നത്. ആരുണ്ട് മനുഷ്യരെ, എന്റെ പ്രതിനിധികളെ, സർവസ്വവും അനുഗ്രഹമായി ലോകത്ത് സൗജന്യമായി നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ട് നിങ്ങൾക്ക് പലർക്കും വരുമാനത്തിന്റെ അനുഗ്രഹവും ഞാൻ നൽകിയിട്ടുണ്ട്. അല്പം എനിക്ക് തന്നെ തിരിച്ചു തരുമോ? ഇത് ഖുർആനിൽ ചോദ്യം. അള്ളാഹ് കടം കൊടുക്കുന്ന ചോദ്യം. ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുത്താൽ ഒരു ദാനധർമ്മത്തിന്റെ കൂലിയാണ്. അള്ളാഹ് കൊടുത്താൽ എന്താ ഉള്ളത് എന്ന് പറയട്ടെ. ഖുർആൻ തന്നെ പറയട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, സ്വർണ്ണാഭരണം വന്നിട്ടുണ്ട്, 10 സ്ക്വയർ ഫീറ്റിന്റെ കാശ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ദാനധർമ്മമാണ്, അള്ളാഹു കടം ചോദിച്ചതാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ പരിശുദ്ധ ഖുർആന്റെ ഒരു വീട് നമ്മൾ ആരും ഇതുവരെ സഹായിച്ചിട്ടുണ്ടാവില്ല. കൂട്ടിപ്പോയിട്ട് ആരും ചോദിക്കാൻ മതി. നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, നമ്മൾ മദർസ എടുത്തിട്ടുണ്ട്. എന്നാലും ഖുർആന് കൊണ്ട് വീട് വേറെ പറയില്ല. ഖുർആന്റെ ഉദാഹരണം എടുത്തിട്ടുണ്ട്. കലാമുല്ലാഹിൽ ഖുർആൻ, ബൈത്തു കലാമില്ലാഹിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി ഒരു വീട് പണിയുന്നുണ്ട് കക്കാടെന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന്, നിങ്ങളുടെ സമ്പത്തിന് ഏറ്റവും 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 നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിന്റെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ വേറൊരാൾക്കും വിൽക്കാൻ ഇഷ്ടമില്ല, ആരെയും അതിന് ഷെയർ കൂട്ടാൻ ഇഷ്ടമില്ല. ഏറ്റവും വരുമാനം വരുന്ന തോട്ടമാണത്, ഏറ്റവും വരുമാനം വരുന്ന ബിൽഡിംഗ് ആണത്, ഏറ്റവും വരുമാനം വരുന്ന കച്ചവടമാണത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഭരണമാണത്. അങ്ങനെ പലതും ഉണ്ടാവരുണ്ട്. അങ്ങനെ ഏറ്റവും എന്ന് പറയാൻ പറ്റുന്നത് തൽക്കാലം എനിക്ക് കടം തരുമോ? വല്ലാത്ത ചോദ്യമാണ്. എന്തെങ്കിലും കടം തരുമോ നല്ല ചോദിക്കുന്നതാണ്. ഇത് ഖുർആനിലെ ആട്ടകാരിയുണ്ട്. പഠിച്ചത് ആദരവോടെ തന്ന പദവി പ്രതിനിധി എന്ന പദവി. ഈ പദവി തന്നിട്ട് എല്ലാവരും നിന്നെ ബഹുമാനിക്കണം. എല്ലാവരും ബഹുമാനിക്കാൻ വേണ്ടി വലിയൊരു അനുഗ്രഹം മനുഷ്യനുള്ള കുറുക്കനുണ്ട്, മറ്റൊരാൾക്ക് കൊടുത്തിട്ടില്ലാത്ത. അപ്പോ മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്ത കാരണത്താൽ എല്ലാ സൃഷ്ടികളും മനുഷ്യനെ ബഹുമാനിക്കേണ്ടി വരുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിന്റെ മുമ്പ് അല്ലാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ എന്നത്. ഈ പരിശുദ്ധ സംരംഭങ്ങളെ ഒരുപാട് ആളുകൾ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി സുഹൃത്തുക്കൾ പ്രവാസ ലോകത്തും അല്ലാതെ ലൈംഗികതയിൽ പെട്ടുകൊണ്ടിട്ടുണ്ട്.
ഒരുപാട് പ്രതികരണങ്ങളും സംഭാവനകളും നേർച്ചകളും ഒക്കെ ലൈവായിട്ട് കിട്ടിക്കൊടുക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്നിട്ട് ചോദിക്കുന്നത് എത്ര പകരം തന്നെ ഞാൻ കണ്ടത് കൊടുക്കാതെ ഞാൻ കൊടുക്കും. അത് അത്ര തന്നെ കൊടുക്കുള്ളൂ, കൂടുതലൊന്നും കൊടുക്കുക. അള്ള പറയുന്നത് ഓഫർ എത്രയാണെന്ന് അറിയുമോ? അള്ളാഹു തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. കടം കൊടുത്താൽ തിരിച്ചു തരും. നാളെ തന്നെ തരുമെന്ന് ഉറപ്പൊന്നുമില്ല, തരും. നാളെ തന്നെ വന്നാൽ തരിക. എപ്പോ തരും? എപ്പോഴാണോ അവന്റെ അടിയിലേക്ക് പോകുന്നത് അന്നേ തരുള്ളൂ. ഒരു ക്ഷമിക്കേണ്ടി വരും. ഏറ്റവും മെച്ചപ്പെട്ടത് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിഷ്കളങ്കമായി പടച്ചോൻ അങ്ങ് കൊടുക്കാൻ ആ മനുഷ്യനെ തന്നതിനേക്കാൾ ഇരട്ടി 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 അതാൽ ഇരട്ടി, എത്രയോ ഇരട്ടി. പിന്നെ പറയാണ് കസീറൻ, ധാരാളം ഇരട്ടി. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ പറയാൻ ഞാൻ അർഹതല്ല. എത്ര ഇരട്ടി പറയാനാവില്ല. അള്ളാഹു പറയുന്നത് ധാരാളം ഇരട്ടി പകരുന്നുണ്ട്. തന്റെ സഹജീവികളായ മനുഷ്യർക്ക് പരസ്പരം കടം കൊടുത്താൽ പോലും അതൊരു പുണ്യകർമ്മമാണ്, ദാനധർമ്മമാണ്. എനിക്ക് അള്ളാഹുവിനെ കടം കൊടുത്താൽ അത് നിന്റെ ഏറ്റവും സുപ്രധാനമായ ഡിപ്പോസിറ്റാണ്. ആ ഡിപ്പോസിറ്റ് ചെയ്ത അന്ന് മുതൽ അതിങ്ങനെ അത്ഭുതകരമായി ഏറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒന്നായിട്ട് നീ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഈ സമ്പത്ത് മുഴുവൻ നിനക്ക് തിരിച്ചു തരും. പരിശുദ്ധ പ്രഖ്യാപനം അതിനെന്ത് വേണം? ആദരവിനെ കുറിച്ച് ഓർമ്മിക്കണം. കഅബാലയത്തിൽ നോക്കിയിട്ട് നിന്നേക്കാൾ എത്ര ആദരണീയനാണ് സത്യവിശ്വാസിയായ ഒരു നല്ല മനുഷ്യൻ എന്നീ ലോകത്ത് പറയുന്ന ലോകത്തിന്റെ കാരുണ്യ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് റസൂൽ പറയാണ്, അല്ലാഹു മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും മനുഷ്യനാകുന്ന പ്രതിനിധിക്ക് ആദരവ് കിട്ടണം. ആദരവ് കിട്ടാൻ, മനുഷ്യനായ പ്രതിനിധിക്ക് ബഹുമാനം കിട്ടാൻ സ്വമേധയാ കിട്ടണം. മലക്ക് ഈ മനുഷ്യനെ കാണുമ്പോൾ ബഹുമാനിക്കണം. സ്വർഗം ഈ മനുഷ്യനെ കാണുമ്പോൾ സ്വർഗത്തിന് ഈ മനുഷ്യനോട് ബഹുമാനം തോന്നണം. ആ രീതിയിൽ അള്ള സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും ഈ പ്രതിനിധിയായ മനുഷ്യനെ കാണുമ്പോൾ വല്ലാത്ത ബഹുമാനം ഉണ്ടാക്കണം. അങ്ങനെ ബഹുമാനിക്കുന്ന ഒരു സംഗതി നിർമ്മിച്ചു കൊടുക്കണം. നിങ്ങൾ പറയും ആ രീതിയിൽ എല്ലാ സൃഷ്ടികളും ബഹുമാനിക്കത്തക്ക തരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള എന്തോ ഒരു അനുഗ്രഹം മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു എല്ലാ സൃഷ്ടിയുടെയും ആദരവുകൾ, ബഹുമാനങ്ങൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ ബഹുമാനപ്പെട്ട അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ മനുഷ്യർക്കും വെച്ചു നിർത്തി തന്ന ഒരു അനുഗ്രഹമുണ്ട്. വഅല്ലമ ആദമൽ അസ്മാ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമു കൊടുത്തു. അത് ഇൽമെന്ന അനുഗ്രഹമാണെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി കൊടുത്തു. അതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്ന് മറന്നുപോകരുത്, അലം നശ്റഹ് സൂറത്ത് മറക്കാതെ മനസ്സിന്റെ ഒരു ചികിത്സയായി പോയിക്കൊണ്ടിരിക്കണം. അതൊരു ഔഷധമാണ്. അതിങ്ങനെ ഒരിക്കലും അന്ന് രാവിലെ ഒരു മുന്നോട്ട് ഓടിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ശരീരത്തിനെ ശ്രദ്ധിക്കുന്നത് പോലെ മനസ്സിനെ ശ്രദ്ധിക്കണം, റൂഹിനെ ശ്രദ്ധിക്കണം. റൂഹിന്റെ അടുത്തേക്ക് നമുക്ക് എത്താം. കാരുണ്യമുള്ള റബ്ബ് പ്രതിനിധിയായി ഈ ലോകത്ത് അവസരം നൽകിയ കോടാനുകോടി ജീവികളിൽ നിന്ന് ബഹുമാനം കിട്ടാൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഇൽമ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് അറിഞ്ഞുകൂടാത്തത് അല്ലാഹു അവന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ഇയാളെ കണ്ടോ, ഇയാളെ മനുഷ്യനാണ്. ഞാൻ ഈ കാണിക്കുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന വസ്തുക്കളുടെ പേര് പറയാൻ മലക്കുകളെ നിങ്ങൾക്ക് കഴിയുമോ? മാലാഖമാര് മുഴുവനും തോറ്റുപോകണം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നിന്നോടല്ലാതെ മറ്റാരോട് പറയാൻ പരിശുദ്ധ റബ്ബേ നാഥനായ അല്ലാഹ്, ഇതൊട്ടും നിന്റെ പേരും ഞങ്ങൾക്കറിയില്ല, നീ ഞങ്ങൾക്ക് നൽകിയ വിവരമേ ഞങ്ങളെടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ
ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, വയാ ആദം അംബിഹും ബിഅസ്മാഇ ഹൗനാ. ഇരുന്നുകൊണ്ട് അല്ലാഹു മനുഷ്യനെ ആദരിച്ചു. ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മലക്കുകൾക്ക് തീർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ഓരോ വിഷയത്തിന്റെയും ഓരോ വസ്തുക്കളുടെയും പേരുകൾ സ്വർഗലോകത്തിൽ മാലാഖമാർക്ക് മുഴുവനും പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം ആദ്യ മനുഷ്യനായ ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനുണ്ടായി.